ഈ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒരൊറ്റ സെറ്റിങ്സ് മാറ്റം വരുത്തിയാൽ മതി, നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ ക്യാമറ വർക്കാകുകയില്ല, മൈക്രോഫോണും വർക്കാകുകയില്ല. ഈ കാര്യത്തിലൊക്കെ കുട്ടികൾ വളരെ ബ്രില്യൻറ്റുമാണ്. ഇതിൽ കുടുങ്ങിപ്പോകുന്നത് മൊബൈൽ ഫോണിനെ കുറിച്ച് അത്ര വലിയ വിവരമൊന്നും ഇല്ലാത്ത വീട്ടമ്മമാരും സ്ത്രീകളുമായിരിക്കും. അവർ എന്തെങ്കിലും ഒരു കാര്യത്തിന് വാട്സാപ്പിൽ വോയിസ് അയക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴായിരിക്കും മൈക്രോഫോൺ വർക്കാകാത്ത വിവരം അവരറിയുന്നുണ്ടാകുക. അതുപോലെ തന്നെ വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കില്ല, കാരണം ക്യാമറ വർക്കാകുന്നുണ്ടാവില്ല. സെറ്റിങ്സിൽ എവിടെ പോയി പരിധി നോക്കിക്കഴിഞ്ഞാലും എവിടെയാണ് ഈ പ്രശ്നമുള്ളത് എന്ന് അവർക്ക് മനസ്സിലാക്കാനേ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കും, ഒരു രക്ഷയും ഉണ്ടാകില്ല. അവസാനം മൊബൈൽ ഫോൺ എടുത്തിട്ട് കടയിലേക്ക് ഓടിപ്പോകേണ്ട ഗതികേട് പല ആളുകൾക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ സെറ്റിങ്സ് എവിടെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ സെറ്റിങ്സ് എവിടെയാണുള്ളതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടു മനസ്സിലാക്കാം. ഞാനിപ്പോൾ എൻ്റെ മൊബൈലിലെ ക്യാമറ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ക്യാമറ കൃത്യമായിട്ട് വർക്കാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മൈക്രോഫോണും ഞാനിവിടെ ചെക്ക് ചെയ്യാണ്. വോയിസ് റെക്കോർഡർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാണ്. കണ്ടോ, ഞാൻ പറയുമ്പോഴൊക്കെ അതിൻ്റെ ആ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. കൃത്യമായിട്ട് റെക്കോർഡ് ആകുന്നത് ഇവിടെ കാണാൻ സാധിക്കും. ഞാനത് സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് സ്റ്റോപ്പ് ആകുന്നത്, വർക്ക് ചെയ്യാതിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് മൊബൈലിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ എബൌട്ട് ഫോൺ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേർഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന വേർഷൻ നമ്പർ എന്ന ഭാഗത്ത് 7 ടൈം ഇങ്ങനെ തുരുതുരെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എനബിൾ ആയിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും. കൃത്യമായിട്ട് സ്ക്രീൻ ലോക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ എനബിൾ ആയിട്ട് വരും. ഇതാ കണ്ടോ, ഇവിടെ എനബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഒന്നുകൂടി ബാക്ക് വന്നതിന് ശേഷം ഇവിടെ സിസ്റ്റം ആൻഡ് അപ്ഡേറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്വിക്ക് സെറ്റിംഗ്സ് ഡെവലപ്പർ ടൈൽസ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ സെൻസർ ഓഫ് എന്ന ഈ ഒരു ടോഗിൾ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തിയാൽ ഇവിടെ എവിടെയെങ്കിലും സെൻസർ ഓഫിൻ്റെ സെറ്റിംഗ്സ് വന്നിട്ടുണ്ടാകും. ഇനി ഇവിടെ എവിടെയും കാണുന്നില്ല എങ്കിൽ ഏറ്റവും മുകളിൽ വലതുവശത്ത് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ എഡിറ്റ് ടൈൽസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും സെൻസർ ഓഫ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. ഇതാ കണ്ടോ, ഇവിടെ സെൻസർ ഓഫ് എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, അത് മുകളിൽ ആഡ് ആകും. അതിനുശേഷം നിങ്ങൾ ബാക്ക് വന്നിട്ട് നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തി കഴിഞ്ഞാൽ സെൻസർ ഓഫിൻ്റെ ഓപ്ഷൻ ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടാകും. ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്ത് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്യാണ്. കണ്ടോ, ക്യാമറ ദാ ഇവിടെ ഓപ്പൺ ആകുന്നില്ല, അത് നേരെ ബാക്ക് വരികയാണ്. കണ്ടോ, ക്യാമറ ഓപ്പൺ ആകുന്നേ ഇല്ല. ചിലപ്പോൾ ഓപ്പൺ ആകും, ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് മാത്രമാണ് കാണുക. ഇനി ഞാൻ വോയിസ് റെക്കോർഡർ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. അതും വർക്കാകുന്നില്ല, ഇവിടെ ബ്ലാങ്ക് ആണ്. കണ്ടോ, നേരത്തെ പോലെ എൻ്റെ വോയിസ് ഇവിടെ റെക്കോർഡ് ആകുന്നതിൻ്റെ പ്രോഗ്രസ് കാണുന്നേ ഇല്ല. അപ്പോൾ ഈ ഒരൊറ്റ സെറ്റിങ്സ് ആണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം. ഇനി ഈ ഒരു സെറ്റിങ്സ് നമുക്കൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഓഫ് ചെയ്തതിന് ശേഷം ക്യാമറ കൃത്യമായിട്ട് ഇതാ ഇവിടെ വർക്കാകുന്നുണ്ട്, മൈക്രോഫോണും വർക്കാകും. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് ആണ് പ്രശ്നക്കാരൻ. ഓക്കെ, ഇത് മൊത്തത്തിൽ ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓഫിലിടണം. അങ്ങനെ ഓഫിലിട്ടതിന് ശേഷം നിങ്ങൾ നേരെ മൊബൈലിലെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സിസ്റ്റം ആൻഡ് അപ്ഡേറ്റ് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ കാണിച്ച ആ ഒരു ഓപ്ഷൻ ക്വിക്ക് സെറ്റിംഗ്സ് ഡെവലപ്പർ ടൈൽസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെൻസർ ഓഫ് എന്ന ഈ ഒരു ടോഗിൾ ഓഫിലിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വന്നിട്ട് നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തി ഇവിടെ എവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും സെൻസർ ഓഫ് എന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനേ സാധിക്കില്ല. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടൈൽസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താലും ഇവിടെ എവിടെയും ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനേ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സെറ്റിംഗ്സ് എനേബിൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ ആ ഒരു സെറ്റിംഗ്സ് കാണാൻ സാധിക്കുക. ഇപ്പം കണ്ടോ, കൃത്യമായിട്ട് ക്യാമറ ഒക്കെ വർക്ക് ആകുന്നുണ്ട്. ഇനി നമുക്ക് സാംസങ് മൊബൈൽ എങ്ങനെയാണെന്ന് നോക്കാം. സാംസങ് മൊബൈൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെറ്റിംഗ്സ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ എബൌട്ട് ഫോൺ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ബിൽഡ് നമ്പർ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെയാണ് 7 ടൈം ഇങ്ങനെ തുരുതുരെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടത്. അങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും. നിങ്ങൾ ഏതാണ് സ്ക്രീൻ ലോക്ക് ഉപയോഗിക്കുന്നത്, പാറ്റേൺ ആണെങ്കിൽ പാറ്റേൺ, ഞാനിപ്പോൾ പാറ്റേൺ ആണ് ഉപയോഗിക്കുന്നത്. അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്താൽ കണ്ടോ, ഡെവലപ്പർ ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നേരെ ബാക്ക് വന്നിട്ട് ഒന്നും കൂടി ബാക്ക് വന്നിട്ട് ഇവിടെ എബൌട്ട് ഫോണിൻ്റെ തൊട്ട് താഴെയായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ചുകൂടി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ക്വിക്ക് സെറ്റിംഗ്സ് ഡെവലപ്പർ ടൈൽസ് എന്ന ഈ ഒരു ഭാഗം കാണാൻ സാധിക്കും.
അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെയും സെൻസർ ഓഫ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻ്റെ ബാറിൽ ആ ഒരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് ഇവിടെ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇനി കാണുന്നില്ല എങ്കിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എഡിറ്റ് ബട്ടൺസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതൊന്ന് നമുക്കൊന്ന് എനേബിൾ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്യാണ്. എനേബിൾ ആയിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ബാക്ക് വന്നിട്ട് ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ ക്യാമറ ഞാൻ ഓപ്പൺ ചെയ്യാണ്. കണ്ടോ, ക്യാമറ ഓപ്പൺ ആകുന്നേ ഇല്ല. അതുപോലെ തന്നെ മൈക്രോഫോണും ഓപ്പൺ ആകുകയില്ല. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് എല്ലാത്തിനും പ്രശ്നക്കാരൻ. ഓക്കെ, ഇനി നമുക്കിത് മൊത്തം ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഇതൊന്ന് ഓഫ് ചെയ്യണം. ഇപ്പോൾ ക്യാമറ കൃത്യമായിട്ട് വർക്ക് ആകുന്നുണ്ട്. കണ്ടോ, കൃത്യമായിട്ട് വർക്ക് ആകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നക്കാരനായ സെറ്റിങ്സ് അതാണ്. ഇനി ഇതിപ്പോൾ എനേബിൾ ആയിട്ടാണ് ഉണ്ടാകുക. അതൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡെവലപ്പർ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്വിക്ക് സെറ്റിങ്സ് ഡെവലപ്പർ ടൈൽസ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെൻസർ ഓഫ് എന്ന ഈ ഒരു ടോഗിൾ ഓഫിലിട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ കൃത്യമായിട്ട് ക്യാമറ വർക്കാകുന്നുണ്ട്, മൈക്രോഫോണും വർക്കാകും. ഓക്കെ, ഇനി നേരെ ബാക്ക് വന്നിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ എവിടെയും സെൻസർ ഓഫ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനേ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ആദ്യം ആ ഒരു സെറ്റിങ്സിൽ എനേബിൾ ചെയ്താൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻ ബാറിലും ആ ഒരു സെറ്റിങ്സ് വരിക. അവിടെ നിന്ന് ഓപ്പൺ ചെയ്താൽ മാത്രമാണ് ക്യാമറ, മൈക്രോഫോൺ വർക്കാകാതിരിക്കുക. ഓക്കെ, അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഒരു സെറ്റിങ്സ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.